Good morning. Today we can discuss dematerialization and rematerialization. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഡീമെറ്റീരിയലൈസേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പ്രോസസ് കൺവേർഷൻ ഓഫ് എ ഷെയർ സർട്ടിഫിക്കറ്റ് ഫ്രം ഇറ്റ്സ് ഫിസിക്കൽ ഫോം to electronic form for the same number of holding which is credited to investors demat account which an investor open with a depository participant. അതായത് നമ്മൾ ഈ ഷെയർ ട്രേഡിംഗ് നടത്തുന്ന സമയത്ത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ? നമ്മളിപ്പോൾ ബാങ്കിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നില്ലേ, അതേപോലെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിൻ്റെ അടുത്ത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും ഷെയർ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം എത്ര അതായത് ഫിസിക്കൽ ഫോമിലുള്ള സർട്ടിഫിക്കറ്റ് ഇലക്ട്രോണിക് ഫോമിലേക്ക് ആക്കുന്നു, എത്ര നമ്പർ ഓഫ് ഹോൾഡിംഗ്, എത്ര ഷെയർസ് നമ്മളെ കയ്യിലുണ്ടോ അത്രയും ഷെയർസ് ഏതിൽ ക്രെഡിറ്റ് ആവുന്നു? ഡിമാറ്റ് അക്കൗണ്ടിൽ. മനസ്സിലായല്ലോ? ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ശരിക്കും ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോണിക് ഫോമിലുള്ള ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്സ്, ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദ ഫിസിക്കൽ ഷെയർസ് ഇൻ ടു ആൻ ഇലക്ട്രോണിക് ഫോം. അതായത് ഷെയർസ് വൺസ് കൺവേർട്ടഡ് ഇൻ ടു ഡീമെറ്റീരിയലൈസ്ഡ് ഫോം ആർ ഹെൽഡ് ഇൻ ദി ഡിമാറ്റ് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഡീമെറ്റീരിയലൈസ് ചെയ്ത ഷെയർസ് എന്ന് പറയുന്നത് ആക്ച്വൽ സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ് എന്തായി പോവും? ദേ ആർ സ്ലോലി ബീങ് റിമൂവ്ഡ്. എല്ലാം പിന്നെ ഇലക്ട്രോണിക് മോഡിലേക്കായി മാറും. അപ്പോൾ ഡിമാറ്റഡ് സെക്യൂരിറ്റീസ് ഡു നോട്ട് ഹാവ് എനി സർട്ടിഫിക്കറ്റ് നമ്പർ ഓർ ഡിസ്റ്റിങ്റ്റീവ് നമ്പർ ആൻഡ് ആർ ഡെൽറ്റ് ഓൺലി ഇൻ ക്വാണ്ടിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾ സെക്യൂരിറ്റീസ് ഇൻ ദ സെയിം ക്ലാസ് ആർ ഐഡൻറ്റിക്കൽ ഓർ എന്താ പറയുക, ഇൻ്റർചാർജബിൾ എന്നാണ് പറയുന്നത്. അതായത് ഒന്നിനും പ്രത്യേകം സീരിയൽ നമ്പറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ഡീമെറ്റീരിയലൈസ് ഓൺലി ദോസ് സർട്ടിഫിക്കറ്റ്സ് ദാറ്റ് ആർ ഓൾറെഡി രജിസ്റ്റേർഡ് ഇൻ ദിയർ നെയിംസ് ആൻഡ് ആർ ഇൻ ദ ലിസ്റ്റ് ഓഫ് സെക്യൂരിറ്റീസ് അഡ്മിറ്റഡ് ഫോർ ഡീമെറ്റീരിയലൈസേഷൻ. അപ്പോൾ ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ശരിക്കും ഈ ഡെപ്പോസിറ്ററി ആക്ട് 1996 വന്നതോട് കൂടിയിട്ടാണ് ഇങ്ങനൊരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് അല്ലെങ്കിൽ ഈ ഡെപ്പോസിറ്ററി സിസ്റ്റം ഉണ്ടാവുന്നതും ഇങ്ങനെ ഷെയർസ് എന്താക്കാൻ പറ്റുന്നതാ ഫിസിക്കൽ ഫോമിൽ നിന്ന് ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അതിൻ്റെ ശേഷമാണ്, ആ നിയമത്തിന് ശേഷമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതായത് സെക്യൂരിറ്റീസ് ഹെൽഡ് ഇൻ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം ആർ ഫഞ്ചിബിൾ എന്നാണ് പറയുന്നത്. അതായത് ഫ്രീലി ട്രാൻസ്ഫറബിൾ, ദാറ്റ് ഈസ് ദേ ഡു നോട്ട് ബെയർ എനി നോട്ടബിൾ ഫീച്ചേഴ്സ് ലൈക്ക് ഡിസ്റ്റിങ്റ്റീവ് നമ്പർ, ഫോളിയോ നമ്പർ ഓർ സർട്ടിഫിക്കറ്റ് നമ്പർ. സോ വൺസ് ഷെയർസ് ഗെറ്റ് ഡീമെറ്റീരിയലൈസ്ഡ് they lose their identity in terms of share certificate, distinctive numbers and ഫോളിയോ നമ്പർ. അങ്ങനെ ഈ ഡീമെറ്റീരിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫിസിക്കൽ ഫോമിൽ നിന്ന് ഇലക്ട്രോണിക് ഫോമിലേക്ക് സർട്ടിഫിക്കറ്റ്സ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷെയർ സർട്ടിഫിക്കറ്റിന് പിന്നെ എന്തുണ്ടാവില്ല? ഫോളിയോ നമ്പറും ഷെയർ സർട്ടിഫിക്കറ്റ് ഡിസ്റ്റിങ്റ്റീവ് നമ്പേഴ്സൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലായോ എന്താണ് ഡീമെറ്റീരിയലൈസേഷൻ എന്നുള്ളത്? അതായത് യൂഷ്വലി ഈ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്സ് ആർ ഡൺ അവേ വിത്ത് അതായത് അണ്ടർ ഡെപ്പോസിറ്ററി സിസ്റ്റം. അതായത് ഡെപ്പോസിറ്ററി സിസ്റ്റത്തിൽ ഷെയർസ് ആർ ഹെൽഡ് ഇൻ ഇലക്ട്രോണിക് ഫോം എന്നാണ്. അപ്പം ആരാ ഡെപ്പോസിറ്ററി, ഹൂ ഇസ് എ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് എന്നൊക്കെ അറിയണം. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് റിക്വസിറ്റ് റിക്വയർഡ് ഫോർ റീമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ്. എന്തൊക്കെയാണ് വേണ്ടത് ഇങ്ങനെ ഡീമെറ്റീരിയലൈസ് ചെയ്യണമെങ്കിൽ? അപ്പം ഫസ്റ്റ് വേണ്ടത് എന്തൊക്കെയാണ്? ഇൻവെസ്റ്റേഴ്സ് ഷുഡ് ഹാവ് എ ഡെപ്പോസിറ്ററി അക്കൗണ്ട്. ദെൻ സെക്യൂരിറ്റീസ് ഷുഡ് ബി ഫ്രം ദ എലിജിബിൾ ലിസ്റ്റ് ഓഫ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ ദി ഡെപ്പോസിറ്ററി. അപ്പോൾ ഡെപ്പോസിറ്ററി അക്കൗണ്ട് വേണം. ആ ഡെപ്പോസിറ്ററീൻ്റെ അണ്ടറിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയർസ് ആയിരിക്കണം. അതേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ? ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. Then securities must be in the name of the account holder and owned by him. And separate demat requisition form is required for each issue. Then DRF, അതായത് dematerialization request form എന്ന് പറയും. It should be signed by all the shareholders so as to match specimen signature. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിട്ടാണ് ഡീമെറ്റീരിയലൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡിമാറ്റ് സിസ്റ്റം എന്നുള്ളത്.
അപ്പോൾ ഡിമാറ്റ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ് ഓർ അതർ സെക്യൂരിറ്റി ഹെൽഡ് ഇൻ ഫിസിക്കൽ ഫോം into electronic form and credited to the demat account of the investor opened with depository participant. എന്തൊക്കെയാണ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ്, അതായത് നമ്മളെ കയ്യിലുള്ള ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് പോയിട്ട് അതിന് പകരം ഇലക്ട്രോണിക് മോഡലുള്ള സർട്ടിഫിക്കറ്റ് ആവുക ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും? നമുക്ക് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് പിടിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല, മുഷിഞ്ഞു പോവില്ല, നശിച്ചു പോവില്ല, ഇങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ, share certificate on dematerialization are cancelled and the same will not be sent back to the investor. But the shares represented by dematerialized share certificate are fungible എന്ന് പറയുന്നത്. It is freely transferable and therefore certificate numbers and distinctive numbers are cancelled and become നോൺ ഓപ്പറേറ്റീവ്. അതായത് നമുക്ക് പിന്നെ എന്ത് കിട്ടുന്നില്ല, നമ്മളെ ഫിസിക്കൽ ഫോമിലുള്ള സർട്ടിഫിക്കറ്റ് കിട്ടില്ല, അത് നോൺ ഓപ്പറേറ്റീവായി പോവുക ചെയ്യുന്നത്. Then it enables share trading and share transfers without involving much paperwork. അതായത് ഇങ്ങനെ ഡീമെറ്റീരിയലൈസ് ചെയ്ത ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ ഈസിയാണെന്നാണ് പറയുന്നത്. Then immediate transfer of shares are possible in dematting and postal delays and loss of shares in transmit is prevented. അതായത് ഷെയർ സർട്ടിഫിക്കറ്റ് അയക്കുന്ന സമയത്ത് പോസ്റ്റൽ ഡിലേ വരിക, എന്താ പറയുക, ലോസ് ഓഫ് ഷെയർസ് ഇൻ ട്രാൻസ്മിറ്റ്, വഴിയിൽ വെച്ചിട്ട് നശിച്ചു പോകുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉദിക്കുന്നില്ല ഇവിടെ. അതേപോലെ ദർ ഇസ് നോ നീഡ് ടു ഫിൽ എ ട്രാൻസ്ഫർ ഫോം ഫോർ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ആൻഡ് എഫിക്സ് ഷെയർ ട്രാൻസ്ഫർ സ്റ്റാമ്പ്. അതായത് സാധാരണ പണ്ടൊക്കെ ഷെയർ ട്രാൻസ്ഫർ നടത്തുന്ന സമയത്ത് ട്രാൻസ്ഫർ ഫോം ഉണ്ടാവും, അതിൽ ട്രാൻസ്ഫർ സ്റ്റാമ്പ് പതിക്കണം, ഇങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഒന്നും ആവശ്യമില്ല ഇപ്പം ഈ ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. മറ്റ് ഇൻവെസ്റ്റേഴ്സ് ഇസ് ഓൾസോ റിലീവ് ഫ്രം പ്രോബ്ലംസ് ലൈക്ക് ബാഡ് ഡെലിവറി, fake certificate, shares under litigation, then signature differences of transferor and the like. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇലക്ട്രോണിക് ഫോമിലാവുന്ന സമയത്ത്. അതേപോലെ ഡിമാറ്റ് ക്രിയേറ്റ്സ് ഫാസ്റ്റർ സെറ്റിൽമെൻറ്റ് സൈക്കിൾസ് ആൻഡ് പേ ഔട്ട്സ് ആൻഡ് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നതാണ് ദ ത്രെറ്റ് ഓഫ് ലോസ് ഓഫ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഫ്രോഡുലൻറ്റ് ഇൻ്റർസെപ്ഷൻ ഓഫ് സർട്ടിഫിക്കറ്റ് ഇൻ ട്രാൻസിറ്റ് ദാറ്റ് കോസസ് എൻസൈറ്റി ടു ഇൻവെസ്റ്റേഴ്സ് ആർ എലിമിനേറ്റഡ്. അതായത് ദർ ഇസ് നോ റിസ്ക് ഡ്യൂ ടു ലോസ് ഓൺ അക്കൗണ്ട് ഓഫ് ഫയർ, തെഫ്റ്റ് ഓർ മ്യൂട്ടിലേഷൻ. ക്ലിയർ ആണോ? നമുക്ക് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇങ്ങനെ ഡിമാറ്റ് ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ ട്രേഡിംഗ് ഇൻ സെക്യൂരിറ്റീസ് മേ ബിക്കം അൺകൺട്രോൾഡ് ഇൻ കേസ് ഓഫ് ഡീമെറ്റീരിയലൈസ്ഡ് സെക്യൂരിറ്റീസ്. അതായത് അൺകൺട്രോളബിളായി മാറും ട്രേഡിംഗ്. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് incumbent upon the capital market regulator to keep a close watch on the trading in dematerialized securities and see to it that trading does not act as a detriment to ഇൻവെസ്റ്റേഴ്സ്. അതായത് അവിടെ എന്തിനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും ക്യാപിറ്റൽ മാർക്കറ്റിനൊരു ബാധ്യതയായി മാറുക ചെയ്യുന്നത്. അവരിങ്ങനെ ഇത് വീക്ഷിച്ചു കൊണ്ടേ ഇരിക്കുക ചെയ്യുന്നത്. അതായത് ഈ ട്രേഡിംഗ് ഡസ് നോട്ട് ആക്ട് ആസ് എ ഡെട്രിമെൻറ്റ് ടു ഇൻവെസ്റ്റേഴ്സിന് അതൊരു ഈ ഡെട്രിമെൻ്റ് ആയി മാറരുത് എന്നുള്ള രീതിയിൽ അതിലൊരു ക്ലോസ് വാച്ച് എപ്പോഴും ആവശ്യമാണ് ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലായിട്ടുണ്ടെങ്കിൽ. The role of key market players in case of dematerialized securities such as stockbrokers needs to be supervised as they have the capability of manipulating the മാർക്കറ്റ്. അപ്പോൾ സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെ നമ്മൾ എന്താക്കിക്കൊണ്ടിരിക്കണം, വീക്ഷിച്ചു കൊണ്ടേയിരിക്കണം. കാരണം അവരാണല്ലോ കീ മാർക്കറ്റ് പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അവിടെ മാനിപ്പുലേഷനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവരെ നമ്മൾ വീക്ഷിച്ചു കൊണ്ടിരിക്കണം. നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഡെപ്പോസിറ്ററി, മീനിങ് ഓഫ് ഡെപ്പോസിറ്ററി ആൻഡ് ഡെപ്പോസിറ്ററി സിസ്റ്റം നോക്കാം എന്താണെന്ന്. അപ്പം ശരിക്കും ഒരു ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a depository NSDL is an organization like a central bank where at the request of the shareholder his securities are held in the electronic form through the medium of a depository participant. അതായത് ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെപ്പോസിറ്ററി ഇസ് ലൈക്ക് എ ബാങ്ക് that maintains accounts of investors through the depository participant.
മനസ്സിലായോ? അപ്പോൾ ഡെപ്പോസിറ്ററി എന്താണെന്നുള്ളത് ഒരു ബാങ്ക് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെയാണ്. പക്ഷേ ബാങ്കിൽ നമ്മൾ സാധാ പാസ്ബുക്ക് അക്കൗണ്ട്സ് ഒക്കെയാണല്ലോ ഉണ്ടാവുക, കറൻറ്റ് അക്കൗണ്ട്സ്. അതിന് പകരമായിട്ട് ഡിമാറ്റ് അക്കൗണ്ടാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ. മനസ്സിലായോ? ത്രൂ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്. നമ്മൾ ഇന്ത്യയിൽ NSDL, അതേപോലെ സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ് എന്ന് പറയും, CDSL, they are maintaining accounts on behalf of investors. So the depository participants include, depository participants എന്ന് പറയുന്നത് ആരൊക്കെ വരും? ഷെയർ ബ്രോക്കേഴ്സ്, ബാങ്കേഴ്സ് ആൻഡ് സെക്യൂരിറ്റി ഡീലേഴ്സ്. ഓക്കെ, അപ്പോൾ ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത്, ഡെപ്പോസിറ്ററി NSDL ഇസ് ആൻ ഓർഗനൈസേഷൻ ലൈക്ക് എ സെൻട്രൽ ബാങ്ക്. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ശരിക്കും ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത്. NSDL വരുന്നുണ്ട്, അതേമാതിരി CDSL വരുന്നുണ്ട്. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് എന്ന് പറഞ്ഞാലോ, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ഇസ് വൺ വിത്ത് whom an account has to be opened to trade in electronic form. ഡെപ്പോസിറ്ററി സിസ്റ്റത്തിൽ ശരിക്കും ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത് രണ്ടാണ്, NSDLും CDSLും. പിന്നെ വരുന്ന ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് ബ്രോക്കേഴ്സ്, ബാങ്കേഴ്സ് ആൻഡ് സെക്യൂരിറ്റി ഡീലേഴ്സ്. അപ്പോൾ ഈ ഡെപ്പോസിറ്ററി സിസ്റ്റത്തിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അച്ചീവിങ് എ കംപ്ലീറ്റ്ലി പേപ്പർ ഫ്രീ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. അപ്പോൾ ഡെപ്പോസിറ്ററി മോഡൽ അഡോപ്റ്റഡ് ഇൻ ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ എ കോമ്പറ്റിറ്റീവ് മൾട്ടി ഡെപ്പോസിറ്ററി സിസ്റ്റം എന്നാണ് പറയുന്നത്. അതായത് രണ്ട് തരത്തിലുള്ള, പ്രസൻ്റ്ലി ദർ ആർ 2 ഡെപ്പോസിറ്ററീസ് രജിസ്റ്റേർഡ് വിത്ത് സെബി. ഞാനിപ്പോൾ പറഞ്ഞു NSDL ആൻഡ് CDSL. But the depositories can provide their service to investors through their agents. അവരെയാണ് നമ്മൾ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമുക്ക് നേരിട്ട് NSDL ആയിട്ടോ CDSL ആയിട്ടോ ട്രേഡിംഗ് നടത്താൻ പറ്റില്ല. നമ്മൾ നടത്തുന്നത് ഈ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് വഴിയാണ്. ഇപ്പോൾ ജിയോജിത്ത് പോലുള്ള ഇത് കണ്ടിട്ടില്ലേ നിങ്ങൾ, ഈ ഷെയർ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. ദേ ആർ ദ ഏജൻറ്റ്സ് അപ്പോയിൻറ്റഡ് സബ്ജക്റ്റ് ടു ദ കണ്ടീഷൻസ് പ്രിസ്ക്രൈബ്ഡ് അണ്ടർ SEBI regulations 1996. Okay, അപ്പോൾ സിമിലർ ടു ബ്രോക്കേഴ്സ് who trade on behalf who trade on investor behalf in and outside the stock exchange, a depository participant എന്ന് പറഞ്ഞാൽ is the representative in the depository system providing the link between the company and the investor through the depository. മനസ്സിലായി? അപ്പോൾ ഈ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ആണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് മെയിൻറ്റെയിൻസ് ഇൻവെസ്റ്റേഴ്സ് സെക്യൂരിറ്റീസ് അക്കൗണ്ട് ബാലൻസ് ആൻഡ് ഇൻറ്റിമേറ്റ്സ് ഹിം ദ സ്റ്റേറ്റസ് ഓഫ് ദിയർ ഹോൾഡിംഗ് ഫ്രം ടൈം ടു ടൈം. ഈ സെബി ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ബാങ്ക്സ്, അതേമാതിരി കസ്റ്റോഡിയൻ, സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എക്സെട്ര ക്യാൻ ബിക്കം പാർട്ടിസിപ്പൻസ് ഇൻ ദി ഡെപ്പോസിറ്ററി. ഇവർക്കൊക്കെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ആവാം. A depository participant എന്ന് പറയുന്നത് it is one with whom an investor need to open an account to deal in electronic form. While the depository can be compared to a bank, a depository participant എന്ന് പറയുന്നത് it is like a branch of a bank with whom one can have an account. മനസ്സിലായല്ലോ? അപ്പം എന്താണ് ഡെപ്പോസിറ്ററി സിസ്റ്റം എന്നുള്ളതും ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ആരാണെന്നുള്ളതും മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഡീമെറ്റീരിയലൈസേഷൻ പ്രോസസ്സ് എന്നുള്ളതാണ്. അപ്പോൾ ദ പ്രോസസ് ഓഫ് ഓപ്പണിംഗ് എൻ അക്കൗണ്ട് വിത്ത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ആണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അതാണ് എന്താണ്, ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിൻ്റെ അടുത്ത് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. Select and approach a certified depository participant and submit account opening form along with necessary documents. അപ്പോൾ ആദ്യത്തെ പണി അതാണ്, ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിനെ കണ്ടുപിടിക്കുക നമ്മൾ. ഓക്കെ, അപ്പം one has to open an account with depository participant by filling up an account opening form and signing a participant client agreement. Then a unique client ID number will be given which must be quoted in all correspondences with the DP. അപ്പം ഈ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ഒരു ക്ലയൻറ്റ് ID കിട്ടും. ഞാനിപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ എനിക്കൊരു ക്ലയൻറ്റ് ID ഉണ്ട്. അതാണ് ഫെർദർ കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ആ ക്ലയൻറ്റ് ID ആണ്.
Okay. Thereafter, one has to fill up and submit a dematerialization request form provided by the DP, depository participant, duly signed by all the holders, and surrender the physical shares intended to be dematted to the depository participant. എന്നിട്ട് അതിൽ ഈ ഡിമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോം ഉണ്ട്. അതിൽ ആരൊക്കെയാണോ ഷെയർ ഹോൾഡിങ് ജോയിൻ്റ്ലി ഹെൽഡ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സും എന്ത് ചെയ്യുക, അതിൽ സൈൻ ചെയ്യുക ആൻഡ് സറണ്ടർ ദ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്, അവരുടെ കയ്യിലുള്ള ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ആർക്ക് കൊടുക്കണം? ഇറ്റ് ഷുഡ് ബി ഹാൻഡഡ് ഓവർ ടു ദി depository participant. That is the second step. അതായത് ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ് അലോങ് വിത്ത് ഡിമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോം ഇസ് ടു ബി ഗിവൺ ടു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്. ഇനി ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് എന്ത് ചെയ്യും? ദേ ഇൻറ്റിമേറ്റ് ദ ഡെപ്പോസിറ്ററി ഓഫ് ദ റിക്വസ്റ്റ് ത്രൂ ഇലക്ട്രോണിക് മീഡിയ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ജിയോജിത്ത് പോലുള്ള സ്ഥലത്താണ് നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയതെങ്കിൽ അവിടെ നിങ്ങൾ ഈ ഫോം ഡിമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോമും ഫിസിക്കൽ സർട്ടിഫിക്കറ്റും ഏൽപ്പിക്കുക ചെയ്യുക. അവിടെ നിന്ന് എന്ത് ചെയ്യുന്ന പറയുന്നത്, അവർ ഇലക്ട്രോണിക് മോഡിൽ ഡെപ്പോസിറ്ററിനെ അറിയിക്കും. ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത് ആരാണ്? ഒന്നുകിൽ NSTL അല്ലെങ്കിൽ CDSL അറിയിക്കും. ഓക്കെ, അപ്പോൾ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് സബ്മിറ്റ് ദ ഷെയർ സർട്ടിഫിക്കറ്റ് അലോങ് വിത്ത് ഡെപ്പോസിറ്ററി എന്താ പറയുക റിക്വസിറ്റ് ഫോം ടു ദ രജിസ്ട്രാർ. മനസ്സിലായല്ലോ? ഇപ്പോൾ രജിസ്ട്രാർ വാലിഡേറ്റ്സ് റിക്വസ്റ്റ് ആൻഡ് അപ്ഡേറ്റ് റെക്കോർഡ്സ് ആൻഡ് ഇൻഫോം ഡെപ്പോസിറ്ററി. ഡെപ്പോസിറ്ററി ക്രെഡിറ്റ് ദ DP അക്കൗണ്ട് ആൻഡ് ഇൻഫോം ദി ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്. അപ്പോൾ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റിൻ്റെ അടുത്ത് തന്നെ പിന്നെയും തിരിച്ചെത്തി. അപ്പോൾ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് അപ്ഡേറ്റ്സ് ദ ഇൻവെസ്റ്റേഴ്സ് അക്കൗണ്ട് ആൻഡ് ഇൻഫോം ദി ഇൻവെസ്റ്റേഴ്സ്. സോ ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് ഡീമെറ്റീരിയലൈസേഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ ചുരുക്കി ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഡെപ്പോസിറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെയിം ലൈക്ക് ഇറ്റ്സ് ഫങ്ഷൻ ഇസ് സെയിം ലൈക്ക് എന്താണ് ബാങ്കിങ് സിസ്റ്റം. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്ഫർ എങ്ങനെയാണെന്ന് നോക്കാം. ട്രാൻസ്ഫർ അണ്ടർ ഡെപ്പോസിറ്ററി സിസ്റ്റം. അതായത് ഇൻ കേസ് ഓഫ് ഫ്രഷ് ഇഷ്യൂ അറ്റ് ദ ടൈം ഓഫ് ഇനീഷ്യൽ ഓഫർ the investor would indicate his choice in application form if he opts to hold securities in depository mode. So whenever shares held by the depository are to be transferred by one beneficial owner to another person who has also availed himself of the services of a depository, the transferor will inform the depository participant, who in turn informs the depository. Depository എന്ത് ചെയ്തോളൂ, they makes appropriate books of entries and effect for the effect of transfer, and thus in the process deletes the name of the transferor. അപ്പോൾ ആരാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവരുടെ പേര് ഡിലീറ്റ് ചെയ്തിട്ട് enters the name of the transferee. മനസ്സിലായല്ലോ? അപ്പോൾ ട്രാൻസ്ഫറിങ് ഷെയർസിൽ ഇത്രേ പണിയുള്ളൂ. നമ്മൾ നോക്കാൻ പോണത് റീമെറ്റീരിയലൈസേഷൻ എന്താണെന്നുള്ള. റീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് റീമെറ്റീരിയലൈസേഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് എ ക്ലയൻറ്റ് ക്യാൻ ഗെറ്റ് ഇസ് ഇലക്ട്രോണിക് ഹോൾഡിങ്സ് കൺവേർട്ടഡ് ഇൻ ടു ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്. അതായത് ക്ലയൻറ്റ് ഹാസ് ടു സബ്മിറ്റ് റീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ടു ദ DP വിത്ത് ഹൂം ഈ ഹാസ് ആൻ അക്കൗണ്ട്. അതായത് ഡീമെറ്റീരിയലൈസേഷനിൽ ചെയ്യുന്നത് പോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിനൊരു റിക്വസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് എൻറ്റേഴ്സ് ദ റിക്വസ്റ്റ് ഇൻ ഇറ്റ്സ് സിസ്റ്റം വിച്ച് ബ്ലോക്സ് ദ ക്ലയൻസ് ഹോൾഡിംഗ് ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് ഓട്ടോമാറ്റിക്കലി. ഇപ്പോൾ DP അതായത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് റിലീസസ് ദ റിക്വസ്റ്റ് ഓഫ് NSTL ആൻഡ് സെൻഡ്സ് ദ റിക്വസ്റ്റ് ഫോം ടു ദ ഇഷ്യൂവർ ആൻഡ് RT ഏജൻറ്റ്. അപ്പോൾ RT ഏജൻറ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ദെൻ പ്രിൻറ്റ് ദ സർട്ടിഫിക്കറ്റ്, ഡെസ്പാച്ചസ് ദ സെയിം ടു ദ ക്ലയൻറ്റ് ആൻഡ് സൈമൾട്ടേനിയസ്ലി ഇലക്ട്രോണിക്കലി കൺഫേംസ് ദ ആക്സെപ്റ്റൻസ് ഓഫ് ദ റിക്വസ്റ്റ് ടു NSTL. thereafter clients block balances are debited. ഓക്കെ, അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് റീമെറ്റീരിയലൈസേഷൻ നോക്കുകയാണെങ്കിൽ റീമെറ്റീരിയലൈസേഷൻ പ്രോസസ്സ് എത്ര ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്? 30 ഡേയ്സിനുള്ളിൽ. നമ്മുടെ ക്ലയൻറ്റ് ക്യാൻ റീമെറ്റീരിയലൈസ് dematerialized holdings at any point of time.
and the security sent for rematerialization cannot be traded. അതാണ് പ്രത്യേകം. അപ്പോൾ ട്രേഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഫിസിക്കൽ ഫോമിലായി കഴിഞ്ഞാൽ അതിന് ഭയങ്കര ഫോർമാലിറ്റീസ് ഒക്കെയാണ്. മനസ്സിലായല്ലോ. ഇനി റീമെറ്റീരിയലൈസേഷൻ പ്രോസസ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീമെറ്റീരിയലൈസേഷൻ പ്രോസസ്സിൽ ദ ക്ലയൻറ്റ് വിൽ സബ്മിറ്റ് എ റിക്വസ്റ്റ് ടു DP ഫോർ റീമെറ്റീരിയലൈസേഷൻ ഓഫ് ഹോൾഡിങ്സ് ഇൻ ഇറ്റ്സ് അക്കൗണ്ട്. അതായത് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് എന്താണ്? ഇൻവെസ്റ്റർ മേക്ക് എ റിക്വസ്റ്റ് ഫോർ റീമെറ്റീരിയലൈസേഷൻ ടു ദ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്. ഓൺ റിസീപ്റ്റ് ഓഫ് ദ റിക്വസ്റ്റ് ഫോം, the depository participant will verify that the form is duly filled in and issue to the client an acknowledgement slip. അപ്പം ഈ റിക്വസ്റ്റ് ഫോം കിട്ടിക്കഴിഞ്ഞാൽ ഒക്കെ കറക്റ്റ് ആണോ നോക്കിയിട്ട് ഒരു acknowledgement ഫോം DP ആർക്ക് കൊടുക്കും? ഇൻവെസ്റ്റേഴ്സിന്. നെക്സ്റ്റ് സ്റ്റെപ്പ്, the DP will verify the signature of the client as on the form with the specimen available in its record. അതായത് കറക്റ്റ് സൈൻ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യും. Then if the signature are different, the depository participant will ensure the identity of the client. അപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഐഡൻറ്റിറ്റി കാണിക്കാൻ പറയും. And if the form is in order, the DP will enter the request details in its DPM. അതായത് ഒരു സോഫ്റ്റ്വെയർ ആണ്. വൈൽ എൻട്രിങ് ദ ഡീറ്റെയിൽസ്, ഇഫ് ഇറ്റ് ഇസ് ഫൗണ്ട് ദാറ്റ് ദ ക്ലയൻറ്റ്സ് അക്കൗണ്ട് ഡസ് നോട്ട് ഹാവ് ഇനഫ് ബാലൻസ്, ദ DP വിൽ നോട്ട് എൻ്റർടൈൻ ദ റിക്വസ്റ്റ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ DP എന്ത് ചെയ്യുന്നത് വെച്ചാൽ DP വിൽ ഇൻറ്റിമേറ്റ് ദ ക്ലയൻറ്റ് ദാറ്റ് ദ റിക്വസ്റ്റ് കനോട്ട് ബി എൻ്റർടൈൻ. അതായത് സഫിഷ്യൻറ്റ് ബാലൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ DP എന്ത് ചെയ്യും? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ഇൻവെസ്റ്റേഴ്സിനെ അറിയിക്കും. എന്താണ്? ദ റിക്വസ്റ്റ് കനോട്ട് ബി entered, since the client does not have sufficient balance. If there is sufficient balance, the DP will enter the request in the DPM, and the DPM will generate a rematerialization request number. അപ്പോൾ DPM എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതിൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഒരു റീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് നമ്പർ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ നമ്പറാണ് ഇവിടെ എഴുതുന്നത്. ഇറ്റ് ഇസ് എൻറ്റേർഡ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ് ഫോർ ദ പേർപ്പസ് ഇൻ ദി റീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോം. ഓക്കെ. അപ്പോൾ ഡീറ്റെയിൽസ് റെക്കോർഡഡ് ഫോർ ദിസ് നമ്പർ ഷുഡ് ബി വെരിഫൈഡ് ബൈ എ പേഴ്സൺ അതർ ദാൻ ദ പേഴ്സൺ ഹൂ എൻറ്റേർഡ് ദ ഡാറ്റ. അതായത് കറക്റ്റ് നമ്പർ തന്നെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരാളും കൂടെ അത് വെരിഫൈ ചെയ്യണം. ദ റിക്വസ്റ്റ് ഇസ് ദെൻ റിലീസ് ടു DM ബൈ ദി DP. DM forwards the request to the issuer. The DP will fill the authorization portion of the request form, and the DP will then dispatch the request form to the issuer. While processing the request, the issuer may report some objections. എന്താണോ ഒബ്ജെക്ഷൻ അതിനനുസരിച്ചിട്ട് issuer may reject the request or process it partially, seeking rectification for the remaining, and send an objection memo to the DP. അപ്പോൾ issuer accept the request for materialization, print and dispatches the certificates to the client, and send electronic confirmation to the DM. അപ്പോൾ DM download this information to the DPM, and the status of rematerialization request is updated. But DP must inform the client about the changes in the client account following the acceptance of request എന്ന് പറയും. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻവെസ്റ്റർ ആദ്യം എന്ത് ചെയ്യുക? DPൻ്റെ അടുത്തൊരു റിക്വസ്റ്റ് കൊടുക്കുക റീമെറ്റീരിയലൈസേഷന് വേണ്ടിയിട്ട്. അവരവിടെ വെച്ചിട്ട് കുറേ തെളിവുകൾ നോക്കും. അതാണ് കുറേ പോയിൻറ്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്താക്കും? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ഇൻഫോംസ് ദ ഡെപ്പോസിറ്ററി അബൌട്ട് ദി റിക്വസ്റ്റ്. അതായത് ഇൻവെസ്റ്റേഴ്സിന് റീമെറ്റീരിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ഉണ്ട് എന്നുള്ളത് ഡെപ്പോസിറ്ററിനെ അറിയിക്കും. ഡെപ്പോസിറ്ററി കൺഫേംസ് ദ റിക്വസ്റ്റ് ടു ദി രജിസ്ട്രാർ ഓഫ് ദ ഇഷ്യൂർ കമ്പനി. അതാണ് RT എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഡെപ്പോസിറ്ററി എന്ത് ചെയ്യുന്ന പറയുന്നത്? കൺഫേംസ് ദ റിക്വസ്റ്റ് ടു ദ രജിസ്ട്രാർ. അപ്പോൾ രജിസ്ട്രാർ അപ്ഡേറ്റ്സ് ദ അക്കൗണ്ട്സ് ആൻഡ് പ്രിൻറ്റ് സർട്ടിഫിക്കറ്റ് ഫോർ ദ ഇൻവെസ്റ്റർ. ലാസ്റ്റ് എന്ത് ചെയ്യും? അക്കൗണ്ട്സ് ആർ അപ്ഡേറ്റഡ് ബൈ ദി ഡെപ്പോസിറ്ററി ആൻഡ് ഡീറ്റെയിൽസ് ആർ പ്രൊവൈഡഡ് ടു ദ DP. അപ്പോൾ DPൻ്റെ അടുത്ത് എത്തിക്കുക. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിനാണ് ആരെ അറിയിക്കുന്നത്? ഇൻവെസ്റ്റേഴ്സിനെ. ഇൻവെസ്റ്റർ റിസീവ്സ് ദ സർട്ടിഫിക്കറ്റ് ഫ്രം ദി രജിസ്ട്രാർ. ഓക്കെ.
അപ്പോൾ ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് റീമെറ്റീരിയലൈസേഷൻ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ദ ക്ലയൻറ്റ് ഹാസ് ടു മെൻഷൻ ദ ലോട്ട് ടൈപ്പ് ഇൻ ദ റീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോം, ഏത് ലോട്ട് ഓഫ് ഷെയർസ് ആണെന്നുള്ളത്. ദെൻ സെക്യൂരിറ്റി സെൻറ്റ് ഫോർ റീമെറ്റീരിയലൈസേഷൻ കനോട്ട് ബി ട്രേഡഡ്, നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല അത്. പിന്നെ ബിഫോർ initiating a rematerialization request in a security, the client must ensure that he has sufficient free balances in that security in his depository account. ഓക്കെ, അപ്പോൾ ഇന്ന് എന്താണ് റീമെറ്റീരിയലൈസേഷൻ എന്നുള്ളത് ശരിക്കും പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കുക. താങ്ക് യു.